ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രത്തോളം തന്നെ മസൂർ ദാൽ, അതായത് ചുവന്ന പരിപ്പ്, നോർമലായിട്ടുള്ള പരിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഈ ഒരു പരിപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ നല്ല പോലെ തന്നെ നമുക്ക് അത് എന്താ പറയുക, ശരിക്കും വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാനൊക്കെ ഈ ഒരു പരിപ്പ് വളരെ നല്ലതാണ്. അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് 2-3 വട്ടം ഒന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു പരിപ്പ് നമ്മൾ ഇതുപോലൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ ഒരു പരിപ്പ് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിക്ക് ഇങ്ങനെ കുക്കറിലിടണേ. പിന്നെ നമ്മളൊരു ചെറിയ സവോളയും അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളിയും എരിവിനാവശ്യത്തിനുള്ള ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ അളന്നെടുത്തിട്ടുള്ള പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പാത്രത്തിൽ 2 കപ്പോളം വെള്ളം എടുക്കുക കേട്ടോ. ഒരു കപ്പിലാണ് നമ്മൾ പരിപ്പ് എടുത്തേക്കണമെങ്കിൽ അതിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് കുക്കറൊന്ന് അടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം മുഴുവനായി പോയതിന് ശേഷം നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ഈ ഒരു പരിപ്പ് കിട്ടും കേട്ടോ. അത് കണ്ടില്ലേ, തക്കാളിയും പച്ചമുളകും സവോളയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് പരിപ്പൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരിപ്പ് കടഞ്ഞതാണ് കേട്ടോ. ഇങ്ങനൊരു കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ദോശയുടെയും ഇഡലിൻ്റെയും കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പരിപ്പ് കടഞ്ഞതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. ഇനി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, 2 ചെറിയുള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. നമുക്ക് വെജിറ്റബിൾസ് ഒന്നുമില്ല കറി വെക്കാനെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് എത്ര പേർക്ക് അറിയാം? ഇത് അമ്പാഴങ്ങയാണ് കേട്ടോ. ഇപ്പോൾ ഇത് അമ്പാഴങ്ങയുടെ ഒരു സീസണാണ്. നമുക്ക് മെയ്, ജൂൺ, ജൂലൈയിലൊക്കെ നമുക്ക് അമ്പാഴങ്ങ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടായതല്ല കേട്ടോ. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനെ നമ്മൾ തണ്ടെല്ലാം തന്നെ കളഞ്ഞ് ഒരു 5-6 വട്ടം നല്ലോണം ഒന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തതാണ് കേട്ടോ. എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ടവലിലേക്ക് നമ്മളതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടവലോ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഇതിൻ്റെ നനവൊന്ന് നമ്മളൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഈ നനവോടുകൂടി നമുക്ക് ഇത് ഉപ്പിലിടാനോ അച്ചാറിടാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് തുടച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. ഇത്തിരി അത്യാവശ്യം കല്ലുപ്പ് നമ്മൾ ഇടേണ്ടി വരും. ഇപ്പോൾ ഒരു പിടിയോളം തന്നെ നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇത് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വിനാഗിരി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സോളം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു തുടച്ച് വെച്ചിരിക്കുന്ന അമ്പാഴങ്ങ ഉണ്ടല്ലോ, അമ്പാഴങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അമ്പാഴങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. കുറച്ച് സമയം മൂടി വയ്ക്കാം. ഈ വെള്ളത്തിൻ്റെ ശരിക്കും ഈ ചൂട് നല്ല നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ നമ്മളങ്ങനെ തന്നെ വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മളിതിനൊരു ചില്ല് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിക്കകത്തോ വെച്ചിട്ട് ഒരു 2 ആഴ്ചയോളമൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അമ്പാഴങ്ങ അച്ചാറിട്ട് വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും പൂപ്പൽ വന്നിട്ട് കേട് വരിക അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും നമ്മൾ വെക്കാതെ ചില്ലിൻ്റെ പാത്രത്തിൽ വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഭരണിയിൽ ആക്കി വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള അമ്പാഴങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കാം. എങ്കിലും ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ ഇത് നമുക്ക് നാളുകളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മളിതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നാളുകളോളം തന്നെ കേടുകൂടാതെ ഈ ഒരു ഉപ്പിലിട്ടത് കഴിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിത് 2 ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. 2 ടിഷ്യൂ പേപ്പർ മേലെ തന്നെ നമ്മളിതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കുക. കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ അരിയിലേക്ക് നമ്മൾ കുറച്ച് പെർഫ്യൂം അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ പെർഫ്യൂം അടിച്ചു കൊടുത്തിട്ട് ഈ ടിഷ്യൂ പേപ്പറിനെ നമ്മൾ ശരിക്കും മടക്കി എടുക്കുക. 2 സൈഡും മടക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ കൂടെ ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം നമുക്ക് കിട്ടും. നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുള്ളത് നമ്മൾ ഹാൻഡ് ബാഗിനകത്ത് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കബോർഡിനകത്ത്, പിന്നെ അലമാരയ്ക്കകത്ത് തുണികൾ മടക്കി വെച്ചിരിക്കുന്നിടക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും. ഡയറക്റ്റായിട്ട് പെർഫ്യൂം അടിക്കുന്നതും ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ കുറേ നാളാകും ഒരു സ്മെല്ല് നമുക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ സവോളയും വിക്സ് യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ്. ഇപ്പോൾ വിക്സ് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ടൈഗർ ബാമാണ് കേട്ടോ. ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് സവോള എടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയൊരു പീസ് മാത്രമേ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് സവോളയുടെ ഇത് കൂടുതൽ എടുക്കുന്നത് അതിനനുസരിച്ച് ആക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സവോളനെ ഇതുപോലെ ഒന്ന് ഇടികല്ലിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതലുണ്ടെങ്കിൽ മാത്രം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് മൺചിരാകിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും മൺചിരാകുമ്പോൾ അത്രയും കുഞ്ഞതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഈ ഒരു സവോള നമ്മൾ ചതച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ചതച്ചെടുത്തതിന് ഞാൻ ഒരു മൺചിരാകിനകത്തേക്ക് ഇങ്ങനെ ചുറ്റും കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ഇതുപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ടൈഗർ ബാമാണ്. ഇപ്പോൾ വിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിക്സ് തേക്കാം, ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വിക്സ് പോലെ ഏത് ഉള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു അളവിലെടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമ്മളതിനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും ഒന്ന് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് വെച്ചാലും മതിയാവും. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, വിളക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതിനകത്ത് ഓൾറെഡി ഒരു തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തിരി നമ്മളിതിനൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കത്തിച്ച് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൊതുക് ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് വിക്സിൻ്റെയും ഈ സവോളൻ്റെയും കൂടെ ഒരു മണം, ഒരു പ്രത്യേക തരത്തിലുള്ള മണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മെല്ലോടെ കൂടി നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് കൊതുക് ശല്യം ഉണ്ടാവില്ല. കൊതുക്, കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഇപ്പോൾ മഴ കാലം ആയത് കാരണം നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിലും സിറ്റ് ഔട്ടിലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു പ്രാണിയൊക്കെ വന്ന് ഇങ്ങനെ വരാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ നമ്മൾ സവോള ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, നമ്മളിതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലെണ്ണയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞാലും ഈ സവോള ചീഞ്ഞു പോകില്ല, നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വാസ്ലിൻ ഉണ്ടല്ലോ. വാസ്ലിൻ ഞാൻ ഇതുപോലെ ഒരു ഉപയോഗിക്കാത്തൊരു പാത്രം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വാസ്ലിനാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അലോവേര ജെല്ലും നമ്മളിപ്പോൾ എത്രയാണോ നമ്മൾ ഈ വാസ്ലിൻ എടുത്തിരിക്കുന്നത് ആ ഒരു അളവിൽ തന്നെ നമുക്ക് അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ്. കുറച്ച് മതി കേട്ടോ. നമ്മളിപ്പോൾ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. കുറച്ച് കോഫി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പച്ചമഞ്ഞളാണെങ്കിൽ അതെടുക്കാം, കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിലും അതെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായി കുറച്ച് സമയം മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ ആലോവേര ജെല്ലും വാസ്ലിനും കൂടി മിക്സ് ആകുമ്പോൾ ഒരു പതഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളാക്കിയിട്ട് ഈ ബോക്സ് നമുക്ക് അടച്ചു വെക്കാവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ കാലിൻ്റെ അടിവശമൊക്കെ വിണ്ട് കീറുന്നുണ്ടെന്ന് അവിടെ നമുക്ക് രാത്രി സമയത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാലിൻ്റെ അടിവശമൊക്കെ വിണ്ട് കീറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മുട്ടൊക്കെ ഉണ്ടല്ലോ, മുട്ട് ഭാഗത്തൊക്കെ നമുക്ക് ചിലപ്പോൾ കളർ ചേഞ്ചും അവിടുത്തെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള അങ്ങനെയുള്ള ഫേസൊക്കെ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആവാനും മോയ്സ്ചറൈസ് ആവാനും വിണ്ട് കീറുന്നതും ഒക്കെ നമുക്ക് മാറ്റാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.